നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇഹ്സാനിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഈ ഹദീസ് പലപ്പോഴും തരീഖത്തിൻ്റെ ആളുകൾ, സൂഫി തരീഖത്തിൻ്റെ ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുള്ള ഹദീസുകളിൽപ്പെട്ടതാണ്. അവർ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കണം. നീ എപ്പോഴെങ്കിലും അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ഏതൊരു സാധാരണക്കാരനായ മുസ്ലിം പറയൂല്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ നിനക്ക് അള്ളാഹുവിനെ കാണണോ? ഞങ്ങളുടെ ഷെയ്ഖിൻ്റെ അടുത്ത് വന്നാൽ മതി. ഷെയ്ഖിൻ്റെ അടുത്ത് മുരീദായി കൂടിയാൽ നിന്നെ ഷെയ്ഖ് പല പരിപാടികളിലൂടെയും പല പദവികളിലൂടെയും നടത്തിക്കും. അവസാനം നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. എവിടെ വെച്ച്? ദുനിയാവിൽ തന്നെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ അഖീദയിൽപ്പെട്ട സംശയമില്ലാത്ത ഉറച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് കണ്ണുകൊണ്ട് കാണുക എന്നത് സാധ്യമല്ല. ദുനിയാവിൽ വെച്ച് കണ്ണുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നത് സാധ്യമല്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട റസൂലാണ്. അദ്ദേഹം അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. എന്താണ് അതിന് മറുപടി? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ലൻ തറാനി, നീ എന്നെ ഈ ദുനിയാവിൽ വെച്ച് കാണുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുന്ന് നബിമാരുടെ നേതാവാണ്. സയ്യിദ് വലദി ആദം, ആദം സന്തതികളുടെ നേതാവാണ്. അവിടത്തേക്ക് അള്ളാഹു നൽകാത്ത ഒരു ശ്രേഷ്ഠതയും പിന്നെ വന്ന ഒരാൾക്ക് നൽകുക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റബ്ബഹു ഫഖദ് അഅദമ അലല്ലാഹിൽ ഫിരിയ. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിരിക്കുന്നു എന്ന് വാദിച്ചാൽ ഫഖദ് അഅദമ അലല്ലാഹിൽ ഫിരിയ, അവൻ അള്ളാഹുവിൻ്റെ മേൽ ഗുരുതരമായ കളവാണ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. ആരാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് പറഞ്ഞു, തഅല്ലമു, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, അന്നഹു ലൻ യറാ അഹദും മിൻകും റബ്ബഹു അസ്സ വജല്ല ഹത്താ യമൂത്, നിങ്ങളിൽ ഒരാളും തന്നെ മരിക്കുന്നതുവരെ നിങ്ങളുടെ റബ്ബിനെ കാണുകയില്ല എന്ന കാര്യം നിങ്ങൾ പഠിച്ചുകൊള്ളുക. മസീഹുദ് ദജ്ജാലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസീഹുദ് ദജ്ജാൽ അവസാന കാലഘട്ടത്തിൽ അവൻ വന്ന് പല അത്ഭുത പ്രവൃത്തികളും കാണിക്കും. അപ്പോൾ നിങ്ങൾ അവൻ റബ്ബാണ് എന്ന് വിചാരിക്കേണ്ട, അവൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങളത് വിശ്വസിക്കേണ്ട. എന്തുകൊണ്ട്? നിങ്ങൾ ഒരിക്കലും മരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റബ്ബിനെ കാണുകയില്ല. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ്, നമ്മുടെ നാട്ടിൽ ജീലാനി തരീഖത്തുകാരാണെന്ന് പറയുന്നവരുണ്ട്, ഖാദിരിയ തരീഖത്തുകാരാണെന്ന് പറയുന്നവരുണ്ട്. അബ്ദുൽ ഖാദിർ അൽ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വരെയുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇവർ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ ജീവിതത്തിൽ ചെയ്യാത്തവരാണ്. അദ്ദേഹം ദീനിൽ അറിവുണ്ടായിരുന്ന വലിയ ഒരു പണ്ഡിതനാണ്. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൊരു സംഭവമുണ്ട്. അത് പല ഗ്രന്ഥങ്ങളിലും പറയപ്പെട്ട കഥയാണ്. അദ്ദേഹം ഒരിക്കൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ, അള്ളാഹുവിനുള്ള ഇബാദത്തുമായി മാറിയിരിക്കവേ അദ്ദേഹം പറയുന്നു, എനിക്ക് ഒരു വെളിച്ചം കാണാൻ കഴിയും, ഒരു വലിയ വെളിച്ചം. ആ വെളിച്ചത്തിന് നടുവിൽ ഒരു വലിയ സിംഹാസനം ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആ വെളിച്ചത്തിൽ, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ, അല്ലയോ അബ്ദുൽ ഖാദിർ, അന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബാണ്. ഫഖദ് ഹല്ലൽതു ലക മാ ഹറംതു അലാ ഗൈരിക്, മറ്റുള്ളവർക്കെല്ലാം ഞാൻ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവൻ നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻത അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ പറയുന്ന അല്ലാഹു, അതാണ് നീ എന്നാണ് നീ വാദിക്കുന്നത്? ഇഖ്സ യാ അദുവല്ലാഹ്, പോയി നശിച്ചോളൂ അള്ളാഹുവിൻ്റെ ശത്രുവേ. അദ്ദേഹത്തിന് മനസ്സിലായത് ശൈത്താനാണ്, അത് പിശാചാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറയുന്നു, ഫതമസ്സഖ ദാലിക നൂർ, അപ്പോൾ ആ പ്രകാശം അത് ചെതറിപ്പോയി. വസാറ ദുൽമതൻ, അവിടെ ഇരുട്ട് പരന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ആ ഇരുട്ടിൽ നിന്ന് അദ്ദേഹം കേട്ടു, യാ അബ്ദുൽ ഖാദിർ, നജൗത മിന്നി ബിഫിഖ്ഹിക ഫീ ദീനിക്, നിനക്ക് ദീനിൽ വിവരമുള്ളത് കൊണ്ട് അബ്ദുൽ ഖാദിർ അൽ ജൈലാനി, താങ്കൾ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. വഖദ് ഫതൻതു ബിഹാദിഹിൽ ഖിസ്സതി 70 റജുലൻ, ഇതിനു മുൻപ് ഈ ഒരു ട്രിക്ക് കൊണ്ട് ഞാൻ 70 ആൾക്കാരെ വഴികേടിലാക്കിയിട്ടുണ്ട്. പിന്നീട് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഈ സംഭവം അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ ചില ആളുകൾ ചോദിച്ചു, കൈഫ അറഫ്ത അന്നഹു ശൈത്താൻ, ഈ വന്നിരിക്കുന്ന പ്രകാശം അത് പിശാചാണ് എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അദ്ദേഹം പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞല്ലോ, ഹലൽതു ലക മാ ഹറംതു അലാ ഗൈരിക, മറ്റുള്ളവർക്ക് ഹറാമായ കാര്യം താങ്കൾക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ശൈത്താനാണ്.
وقد علمت أن شريعة محمد صلى الله عليه وسلم لا تنسخ ولا تبدل. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ മാറ്റിമറിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ ഖാതമുൻ നബിയാണ്, അവസാനത്തെ നബിയാണ്. ഇനി അത് മാറ്റിമറിക്കാൻ ഒരാൾ വരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ശൈത്താനാണ്. അല്ല, ഇന്ന് ഔലിയാക്കന്മാർ നിസ്കരിക്കാത്തതിനുള്ള കാരണം എന്താണ്? ഒരു ജദ്ബിൻ്റെ ഹാലിലെത്തി, മജ്ദൂബാണ് മൂപ്പര് എന്ന് പറയും. എന്താ മജ്ദൂബ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ് അതിൻ്റെ അർത്ഥം. അറബിയിൽ ജദ്ബ് എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ല എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം തന്നെ അതാണ്. എന്നിട്ട് ഈ ഹാലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നിസ്കാരമില്ല. പല ജാതി ന്യായങ്ങളുണ്ട്. പിന്നെ ആഫ്രിക്കയിലുണ്ടായിരുന്ന ഒരു ഷെയ്ഖ് മുഹമ്മദ് അൽ അമാൻ അൽ ജാമി, അദ്ദേഹം പറയും, അവിടെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഷെയ്ഖിൻ്റെ കീഴിൽ കുറച്ചെല്ലാം പഠിച്ചാലാണ്. ഇയാൾ ക്ലാസ് എടുക്കും. ക്ലാസ് എടുത്ത് അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചങ്ങാതി ഒരു കൂടാരത്തിനുള്ളിൽ കയറും. ബാക്കിയുള്ളവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. അപ്പോൾ അവർ ചോദിച്ചാൽ നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഞാൻ ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറി മക്കയിൽ നിസ്കരിക്കാൻ. അമാൻ അൽ ജാമി അദ്ദേഹം പിന്നീട് പറയണേ, എനിക്ക് പിന്നീട് നജിദിൽ വന്നപ്പോൾ അവിടെയുള്ള ഉലമാക്കൾ, അവിടെയുള്ള പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞു, അല്ല ചങ്ങാതി, അത് കേട്ടാലെങ്കിലും തനിക്ക് മനസ്സിലാക്കിക്കൂടെ ഇയാൾ മഹാവിദ്യാണ്. ആഫ്രിക്കയിൽ രാത്രിയാകുമ്പോൾ മക്കയിൽ പകലായിരിക്കും. അതെങ്കിലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഈ രൂപത്തിൽ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും ചെയ്യുന്നവർ അവരുടെ ന്യായം എന്താണ്? ഇത് അള്ളാഹ് ഞങ്ങൾക്ക് അനുവദിച്ചതാണ്. നിങ്ങൾ നേതാവാണ് എന്ന് വാദിക്കുന്ന അബ്ദുൽ ഖാദർ ജീലാനി, അദ്ദേഹം നിങ്ങളുടെ വാദങ്ങളും തമ്മിൽ ഒരു ബന്ധമല്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട സംഭവങ്ങളൊന്നാണിത്. ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം മദാരിജുസ് സാലിക്കിലെ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. എന്നാൽ ഇക്കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അള്ളാഹിനെ കണ്ട ഷെയ്ഖന്മാർ എത്രയോ ഉണ്ട്. ദീനുമായി ബന്ധമുള്ള ആളുകളാണ് എങ്കിൽ ഇവർ വിളിച്ചു കൊണ്ടുപോകും. ഇത് പറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. എനിക്ക് ദീനിൻ്റെ ആത്മീയത വേണ്ടേ, ദീനിൻ്റെ മധുരം ആസ്വദിക്കണ്ടേ. ചില ആളുകൾ ചോദിക്കും, നിസ്കരിക്കുമ്പോൾ മോനെ നിനക്ക് അതിൻ്റെ റാഹത്ത് അനുഭവിക്കാറുണ്ടോ? നീ അള്ളാഹിനെ തന്നെ ചിന്തിച്ചിട്ടാണോ നിസ്കരിക്കാറുള്ളത്? അപ്പോൾ കേൾക്കുമ്പോൾ അവന് തോന്നും, ശരിയാണല്ലോ, നിസ്കാരത്തിൽ കുറച്ചൊക്കെ അശ്രദ്ധ ഉണ്ടല്ലോ എനിക്ക്. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ അശ്രദ്ധ ഉണ്ടാകുക എന്നത് സ്വാഭാവികം. നിങ്ങൾ മനുഷ്യന്മാരാണ്, നിങ്ങൾ മലക്കുകളല്ല. ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. ഒരു തിന്മയില്ലാതെ ജീവിക്കാനല്ല അള്ളാഹു പഠിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗലം തുദ്നിബു, നിങ്ങൾ തിന്മകൾ ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റി മലക്കുകളെ കൊണ്ട് വേറെ സമൂഹത്തെ കൊണ്ടുവരും. അവർ തിന്മകൾ ചെയ്യുകയും അള്ളാഹുനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ പല ബിദ്അത്തിന്റെ കക്ഷികളും ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളെ പിടികൂടുക. നിസ്കാരത്തിൽ അശ്രദ്ധ മനുഷ്യനുണ്ടാവുന്നതാണ്, സഹാബികൾക്കുണ്ടായിട്ടുണ്ട്, പിന്നെയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നത്.